ഗുഡ് മോർണിംഗ്. ഒരു നല്ല ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അലാറം മുഴങ്ങുമ്പോൾ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ നോക്കുന്നതിലൂടെയല്ല, സ്വയം സ്നേഹിക്കുന്ന ഒരു ചെറിയ തീരുമാനത്തിലൂടെയാണ്. നമ്മളുടെ പ്രഭാതം എങ്ങനെയാണോ, പലപ്പോഴും നമ്മുടെ ദിവസവും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ പ്രഭാത ദിനചര്യയെക്കുറിച്ചാണ്. 1. ഉണർന്ന ഉടനെ ഫോണിലേക്ക് നോക്കരുത്. കണ്ണ് തുറന്ന ഉടനെ നമ്മളിൽ പലരും ചെയ്യുന്നത് ഫോൺ എടുക്കുന്നതാണ്. മെസ്സേജുകൾ, സോഷ്യൽ മീഡിയ, വാർത്തകൾ, അങ്ങനെ ദിവസം തുടങ്ങുമ്പോൾ മനസ്സും തിരക്കിലാകുന്നു. അതിനു പകരം ഒരു ആഴത്തിലുള്ള ശ്വാസമെടുക്കൂ. കണ്ണുകൾ അടച്ച് മനസ്സിൽ പറയൂ, ഇന്ന് എനിക്ക് ലഭിച്ച പുതിയ ദിവസത്തിന് നന്ദി. ഇത്ര ചെറിയ ഒരു ശീലം പോലും മനസ്സിന് സമാധാനം നൽകും. 2. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ. മുഴുവൻ രാത്രി വിശ്രമിച്ച ശരീരത്തിന് ആദ്യം വേണ്ടത് വെള്ളമാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തെ ഉണർത്തുകയും പുതുമ നൽകുകയും ചെയ്യും. സ്വയം സ്നേഹിക്കുക എന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ശരീരത്തിന് ആവശ്യമായ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യുന്നതാണ്. 3. കണ്ണാടിയിൽ നോക്കി നിങ്ങളെ സ്നേഹത്തോടെ കാണൂ. കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറവുകൾ മാത്രം അന്വേഷിക്കരുത്. പകരം ഒരു ചെറിയ പുഞ്ചിരിയോടെ പറയൂ, ഞാൻ മതിയാകുന്ന ഒരാളാണ്. ഞാൻ ഓരോ ദിവസവും വളരുകയാണ്. ആദ്യ ദിവസം ഇതല്പം വിചിത്രമായി തോന്നാം, പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം മാറ്റിത്തുടങ്ങും. മറ്റുള്ളവർ പറയുന്ന നല്ല വാക്കുകൾക്കായി കാത്തിരിക്കാതെ സ്വയം നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കൂ. ശരീരത്തെ ഉണർത്തൂ. 4. ശീലം. 5-10 മിനിറ്റ് നടക്കൂ, അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചിങ് ചെയ്യൂ, അല്ലെങ്കിൽ യോഗ ചെയ്യൂ. ശരീരം ചലിക്കുമ്പോൾ മനസ്സും ഉണരും. വ്യായാമം ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല, മനസ്സിലെ സമ്മർദ്ദം കുറയ്ക്കാനും അത് സഹായിക്കും. 5. പ്രാർത്ഥനയോ ധ്യാനമോ ചെയ്യൂ. പുറത്തെ ശബ്ദങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നിശബ്ദത തിരഞ്ഞെടുക്കൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കാം. മനസ്സ് ശാന്തമായാൽ ദിവസത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ ശക്തി ലഭിക്കും. 6. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കഴിക്കൂ. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ കൂടുതൽ ആളുകളും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് ഊർജം നൽകുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കൂ. പഴങ്ങൾ, ഓട്സ്, മുട്ട, അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ആരോഗ്യകരമായ ഭക്ഷണം. നിങ്ങളുടെ ശരീരത്തിന് നല്ലത് നൽകുന്നത് സ്വയം സ്നേഹത്തിൻ്റെ ഭാഗമാണ്. 7. ഇന്നത്തെ ലക്ഷ്യം എഴുതി വയ്ക്കൂ. ഇന്ന് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എഴുതൂ. അത് വലിയ ലക്ഷ്യമാകണമെന്നില്ല. ഒരു പുസ്തകത്തിൻ്റെ ഒരധ്യായം വായിക്കുക, ഒരാളെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ശീലം തുടങ്ങുക. ഒരു ചെറിയ ലക്ഷ്യം പോലും ദിവസം അർത്ഥവത്താകും. ഓർക്കുക, സ്വയം സ്നേഹിക്കുക എന്നത് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങുന്നതല്ല, ദിവസവും നിങ്ങളെ കുറച്ച് കൂടുതൽ കരുതുന്നതാണ്, സ്നേഹത്തോടെ സംസാരിക്കുന്നതാണ്, ശരീരത്തെ സംരക്ഷിക്കുന്നതാണ്, മനസ്സിന് വിശ്രമം നൽകുന്നതാണ്. നാളെ രാവിലെ ഈ ദിനചര്യയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ഒരു ശീലം തുടങ്ങൂ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ, പിന്നെ അടുത്തത് ചേർക്കൂ. ചെറിയ മാറ്റങ്ങളാണ് വലിയ ജീവിതം സൃഷ്ടിക്കുന്നത്. ഇന്നു മുതൽ എല്ലാ പ്രഭാതവും നിങ്ങളോടൊരു വാക്കു പറയൂ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഒരു പുതിയ അവസരമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള പോസിറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.